ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യലായിട്ടുള്ള സോയ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. നല്ലൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പത്തിനും ചപ്പാത്തിക്കും അതുപോലെ ചോറിനും കൂട്ടാനും ഇതൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയ റോസ്റ്റാണ്. അപ്പോൾ സൈഡായിട്ട് നമുക്കൊരു ഒഴിച്ചുകറിയും കൂടി ഉണ്ടെങ്കിൽ, ഈ സോയ റോസ്റ്റും കൂടി ഉണ്ടെങ്കിൽ ചോറിനും നല്ല അസൽ കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 250 ml കപ്പിൽ 1 കപ്പ് സോയ എടുത്തിട്ടുണ്ട്. വലിയ സോയയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സാധാരണ ഒരു കറിയൊക്കെ എടുക്കുന്ന ബൗൾ ഉണ്ടാവില്ലേ, അതിലൊരു ബൗൾ എടുത്താലും മതി. ഞാൻ നല്ല തിളച്ച വെള്ളത്തിൽ ഈ സോയ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റെങ്കിലും ഇട്ട് വെക്കുക. അപ്പോഴേക്കും കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ടാവും. ആ സമയത്ത് കുറച്ച് പച്ചവെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, നല്ല കളർ ഉണ്ടാവും. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുള്ളവർ ഒഴിക്കുക, ഇല്ലാത്തവർ ഒഴിക്കണ്ട. ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ, മിനിമം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഉണ്ടെങ്കിൽ കുറച്ച് സമയം ഇരിക്കും തോറും അത് മാരിനേഷൻ നന്നായിട്ട് അതിലേക്ക് പിടിച്ചോളും. സോയയിലേക്ക് മാരിനേഷൻ പിടിക്കില്ല എന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് ഉണ്ടാവും കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാനുണ്ടാവും. ആ സോയയുടെ ഒരു ചൊവയൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 6-7 അല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ ചുവന്നുള്ളിയാണ്. അത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 10 ചെറിയ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1 ടീസ്പൂൺ അളവിൽ ഇടിച്ച മുളക് അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മുളകായിട്ടുണ്ടെങ്കിൽ ഒരു 2 എണ്ണം ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ക്രഷ് ചെയ്ത പെപ്പർ കൂടി, ബ്ലാക്ക് പെപ്പറാണ്, കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഹോളായിട്ടുള്ള കുരുമുളകാണെങ്കിലും ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ ഒന്നും അരയണ്ട, ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് സോയ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, ഷാലോ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യം ഉണ്ടാവില്ല. ആ സോയ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 2 സൈഡും ഒന്ന് മറിച്ചും തിരിച്ചുവിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റൊക്കെ എടുക്കുകയുള്ളൂ. ഓൾറെഡി നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ടപ്പോഴേ സോയയ്ക്ക് കുറച്ച് വേവ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇനി ആ ഒരു പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1 ടേബിൾ സ്പൂണൊക്കെ ഉള്ളൂ. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ച ആ മിക്സ് നമ്മുടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സിന് നല്ലൊരു പച്ചമണമാണ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുക. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്കും അതിന് ആ ഒരു പച്ചമണമൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പച്ചമുളകാണ് ഇതിലേക്ക് എരിവിനായിട്ട് ഇടുന്നത്, അതുപോലെ കുരുമുളക് പൊടിയും. അപ്പോൾ ഇനി അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ വലുതായിട്ട് അരിയണ്ട, ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ സവാള കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കണത് ഒരു തക്കാളിയാണ്. തക്കാളിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളിയാണ്, ഒരുപാട് വലിയ തക്കാളി എടുക്കണ്ട. അതുപോലെ തന്നെ ഒരുപാട് തക്കാളിയുടെ അളവ് കൂടിയാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, കുറച്ചിട്ടാൽ മതിയാവും. ഇനി അതിലേക്ക് ഞാൻ ഒരു ക്യാരറ്റ് കൂടി ഇതുപോലെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സോയ ഫ്രൈ ചെയ്തപ്പോൾ നമ്മൾ ഉപ്പിട്ടതാണ്. ഈ ഒരു മസാലയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഈ ഒരു തക്കാളിയും അതുപോലെ ആ ഒരു ക്യാരറ്റും എല്ലാം.
ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു വലിയ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാപ്സിക്കം ഇട്ട് കൊടുത്താൽ പിന്നെ ഒരുപാട് നേരം ഇട്ട് വേവിക്കൊന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് തേങ്ങാപ്പാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് ഈ സമയത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ. അപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ടേസ്റ്റ് കുറവൊന്നുമില്ല, തേങ്ങാപ്പാൽ ഒഴിച്ചാൽ കുറച്ചിട്ടും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോയ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സോയ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. ഒരു ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നേരം അടച്ച് വെച്ചിട്ട് നമുക്കിതെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സോയ റോസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് റോസ്റ്റായിട്ട് എടുക്കാനാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ളത്. തേങ്ങാപ്പാൽ ഒഴിക്കുകയാണെങ്കിൽ തന്നെ നല്ലോണം ഒന്ന് വറ്റിച്ച് ആ ഒരു റോസ്റ്റായിട്ട് തന്നെ എടുക്കണം, എന്നാലാണ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അതുപോലെ തന്നെ ക്യാപ്സിക്കം ഒന്നും ഇട്ടിട്ട് ഒരുപാട് അങ്ങ് വേവിക്കരുത് ഒരുപാട് നേരം. കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിത് സെർവ് ചെയ്തത് അപ്പത്തിൻ്റെ കൂടെയാണ്. ചോറിൻ്റെ കൂടെയും കഴിച്ചിട്ട് നല്ല രുചിയുണ്ടായിരുന്നു. അപ്പോൾ ചോറിൻ്റെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സോയയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സോയ ഒരുപാട് വെറൈറ്റിയിൽ വെക്കാൻ പറ്റും. ഞാൻ തേങ്ങയൊക്കെ ഇട്ടിട്ട് വെക്കുന്ന സോയയുടെ ഒരു തോരൻ്റെ റെസിപ്പിയും ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതെല്ലാവരും കാണുക. അതുപോലെ തന്നെ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.